പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലുണ്ടായി. പൗലോസ് ലീഗ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ഈ ലേഖനത്തിലെ പൗലോസ് ലീഗ തെസ്സലോനിക്ക സഭയിലെ ഭൂരിഭാഗം യഹൂദരല്ലായിരുന്നു. വിജാതിയരുടെ ഇടയിൽ പൗലോസ് ലീഗയ്ക്ക് വിശ്വാസത്തിൽ വളരെ നേട്ടമുണ്ടാവുകയും അതിനെ പ്രതി പൗലോസ് ലീഗയ്ക്കും സഹപ്രവർത്തകർക്കും തിമോഥെയോസിനും സെൽവാനോസിനും ഒക്കെ നാട് കടത്തപ്പെടുക ഉണ്ടായി. എങ്കിലും തെസ്സലോനിക്ക സഭയിലെ പൗലോസ് ലീഗ കൊടുത്ത വിശ്വാസവും സ്നേഹവും യേശുവിനെ പ്രതിയുള്ള സ്നേഹവുമൊക്കെ വളർന്നു വരുന്ന ഭാഗം ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനെ അഭിവാദനം ചെയ്യുകയും അതിന് നന്ദി പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഒന്നാം അധ്യായത്തിൽ വളരെ വിശദമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ മുന്നോടിയായി തെറ്റായ പ്രബോധനങ്ങൾ യഹൂദരുടെ ഇടയിൽ പ്രചരിച്ചപ്പോൾ അതിനെക്കുറിച്ച് വളരെ ബോധ്യത്തിൽ പൗലോസ് വിവരിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒന്നാം അധ്യായം 6 തിരുവചനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്ക സഭയിലെ വചനം സ്വീകരിച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് വചനം: വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു എന്നാണ് വചനഭാഗം. ഈശോ സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിലും വളരെ ആനന്ദത്തോടും വളരെ ക്ലേശങ്ങൾക്കിടയിലും ആനന്ദത്തോടെ വചനം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.